നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കുഴൂർ പഞ്ചായത്തിലെ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി ശേഖരിച്ചു വെച്ച മണ്ണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചത് വിവാദത്തിൽ. കുണ്ടൂർ 10-ാം വാർഡിലെ മണ്ണിനെ ചൊല്ലിയാണ് വിവാദം ഉടലെടുത്തിരിക്കുന്നത്. കരുമാലൂരിൽ H1N1 സ്ഥിരീകരിച്ചു. കരുമാലൂർ പഞ്ചായത്തിലുള്ള സെമിനാരിയിലെ 23-26 വയസ്സുള്ള 4 വൈദിക വിദ്യാർത്ഥികൾക്ക് H1N1 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ അയ്യന്തോൾ കോടതിയിൽ നിന്നും പ്രതി രക്ഷപ്പെട്ടു. വിയൂർ ജയിലിൽ നിന്ന് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന പ്രതി ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷൻ പെരേരയാണ് ചാടിപ്പോയത്. മാളയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച അപകടം. കാർ പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. മാള പട്ടാളപ്പടിയിൽ ഇന്ന് രാവിലെ 8:45ഓടെയാണ് അപകടം നടന്നത്. കുഴിക്കാടുശ്ശേരി സ്വദേശിയായ ഡോക്ടർ എടവനക്കാട് ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അതിരപ്പിള്ളിയിൽ 5 ഏക്കർ സ്ഥലത്തെ കൃഷി കാട്ടാന നശിപ്പിച്ചു. വെട്ടിക്കുഴിയിലുള്ള പൊറായി വർഗീസ്, പൊറായി ബെന്നി, കാവുങ്ങ ആന്റണി എന്നിവരുടെ വീട്ടുപറമ്പിലാണ് കാട്ടാന ഇറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിച്ചത്. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിലെ മണൽക്കടത്തിൽ മുഖം നോക്കാതെയുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് MLAയുടെ നിർദ്ദേശം. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പൂച്ചക്കടവിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി ഡ്രസ്റ്റിംഗ് നടത്തി കരയിലെത്തിച്ച മണൽ രാത്രിയിൽ കടത്തിക്കൊണ്ടുപോകുന്നവർക്കെതിരെയാണ് കർശനമായ നിയമ നടപടി. വെള്ളാങ്കല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപയും വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ ഭരണപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ച വിഷയത്തിൽ ചെയർപേഴ്സൺ മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. മാള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി സിനി ബെന്നി സ്ഥാനമേറ്റു. LDFിലെ മുൻ ധാരണപ്രകാരം കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് CPIMലെ ജിജു മാടപ്പള്ളി സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് CPIയിലെ സിനി ബെന്നിയെ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. ബാലസൗഹൃദ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അന്നമനട ഗ്രാമപഞ്ചായത്തിൽ കുട്ടികൾക്കായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.